ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുക കേട്ടോ. നമുക്ക് ഡ്രൈവിംഗ് ടൈം കഴിഞ്ഞാൽ അപ്പോൾ റെസ്റ്റിലാണ്. ഇനി നാളെ കാലത്താണ് നമുക്ക് അൺലോഡിങ് കേട്ടോ. നാളെ കാലത്ത് 8 മണിയൊക്കെ ആകുമ്പോഴാണ് കമ്പനി ഓപ്പൺ ആവുക. അപ്പോൾ നമുക്ക് കൊണ്ടുപോയി ലോഡ് ഇറക്കണം. നമ്മൾ ഫ്രാൻസിൽ നിന്ന് വരുന്ന വഴി കേട്ടോ. അപ്പോൾ നെതർലൻഡ് ജർമ്മനി ബോർഡറിൽ മുമ്പായിട്ടാണ് നമ്മൾ പാർക്കിങ്ങിൽ സൈഡാക്കിയിരിക്കുന്നത്. ഇവിടുന്ന് നെതർലൻഡിൽ നിന്ന് ലോഡ് കയറ്റിയിട്ട് ഫ്രാൻസിലേക്ക് ഈ ജസ്റ്റ് ബെൽജിയത്തിൻ്റെ ബോർഡർ കഴിഞ്ഞ് ഫ്രാൻസ് പോയിട്ട് റിട്ടേൺ വരുന്ന ഒരു വണ്ടിയുണ്ട്. അവൻ ഇവിടുന്ന് നെതർലൻഡിൽ നിന്ന് കയറ്റിയിട്ടുള്ളൂ കേട്ടോ. അവനെ വിളിച്ച് നോക്കാം നമുക്ക്. സമയം വന്നിട്ട് 3:45 കേട്ടോ. 4 മണിയാവുന്നു. അവൻ കറക്റ്റ് ഒരു 3:30 ഒക്കെ ആകുമ്പോൾ ലോഡ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുവഴിയേ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പ്ലാനുണ്ട്. ചെറിയൊരു ട്രിപ്പ് നമുക്ക് നൈസായിട്ട് പിടയ്ക്കാം. കുറേ നാളത്തിന് ശേഷം കേട്ടോ അവനെ കാണുന്ന ലൈനിൽ നോക്കാം. വിളിച്ച് നോക്കാം കേട്ടോ. ഹലോ, പറയൂ. നീ എവിടെ? അതെ, ലോഡ് എടുത്ത് പോന്ന അവിടെ നിന്ന്. അതെ, അത് ശരി. ഞാനിവിടെ ഉണ്ട്. ലൊക്കേഷൻ ഇട്ടുണ്ടല്ലോ. സെയിം പാർക്കിങ്. സെയിം പാർക്കിങ്. അതെ. ആ അതെ. ഇനി തിങ്കളാഴ്ച പോയാൽ മതി. ശരി. അല്ലടാ, ഞാൻ വെറുതെ പറഞ്ഞാണ്. ആ പാർക്കിംഗ് അല്ല, അന്നത്തെ പാർക്കിംഗ് അല്ല, ഇത് വേറെ പാർക്കിംഗ്. നെതർലാൻഡില്. നീ ഇതുവഴിയല്ലേ വരുന്ന? പേ പാർക്കിങ്ങിക്ക് നോക്കട്ടെ. നാളെ കാലത്ത് ലോഡ് ഇറക്കാറുണ്ട്. ലോഡ് ഇറക്കിയിട്ട് നാളെ കാലത്ത് ലോഡ് ഇറക്കാനുണ്ട്. ഇതുവഴിയാണെങ്കിൽ കയറ്, ഇതിൽ കയറ്. ഫ്രാൻസിൽ പോയിട്ട് വരാം. ഇതിലെ തന്നെ ആയിരിക്കും നീ വരുന്ന വഴിയത്. എനിക്ക് അവിടെ തന്നെ, നെതർലാൻഡ് ബോർഡർ കഴിഞ്ഞിട്ട്. നെതർലാൻഡ് ബോർഡർ കഴിഞ്ഞിട്ട് കുറച്ചുള്ളൂ. ഒരു 10-25 കിലോമീറ്റർ ഉള്ളൂ. അതിപ്പോൾ നാളെ കാലത്ത് എടുത്തിട്ട് സുഖമായിട്ട് ഇറക്കാവുന്നുള്ളൂ. അവൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രാൻസിലൊന്ന് പോയിട്ട് വരാം. ജസ്റ്റ് ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ട്രിപ്പ് പോകില്ലേ, അതുപോലെ ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ്, അത്രേ ഉള്ളൂ.